ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ വാവയുടെ നെയിമിങ് സെറമണിയാണ്. 28 നമ്മൾ ചരടൊക്കെ കെട്ടിയായിരുന്നു. അപ്പോൾ 56 നമ്മൾ ചെറിയ ചടങ്ങ് പോലെ വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും വന്നിട്ടുണ്ട്. വീട്ടിലൊക്കെ ആകെ ബഹളമാണ്. അതേ ഉണ്ട്, എല്ലാവരും ഉണ്ട്. കസിൻസൊക്കെ അമ്മയുടെ വീട് പാലക്കാടാണ്. കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല പറയുന്നത്. അപ്പോൾ അതേ നല്ല മഴയുണ്ട്. ഞാനപ്പോൾ കുളിക്കുകയൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് നിറയെ ആൾക്കാരാണ് വീട്ടിൽ, കസിൻസ് എല്ലാവരും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിനുമായിട്ട് ഡ്രസ്സ് തയ്പ്പിച്ചത് വാങ്ങാൻ പോകുന്ന ചവന്തി. അപ്പോൾ നല്ല മഴ, സമയമാകുമ്പോഴേക്കും മഴയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. അതേ പെട്ടെന്ന് പോയിട്ട് വരാം. വാവ ഉറക്കമാണ്, അപ്പോൾ അതിന് മുമ്പേ വരണം തിരിച്ച്. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ ഒന്ന് ചേച്ചിയെടുത്ത് പോവാണ്. അപ്പോൾ ഇതെൻ്റെ കസിനാട്ടോ, കണ്ണൻ. അവർ ഇന്നലെ രാത്രി പാലക്കാട് നിന്ന് വന്ന അമ്മൂമ്മയൊക്കെ ആയിട്ട് അങ്ങനെ ചേച്ചിയെടുത്ത് പോയി സാരി ഒന്ന് ഡ്രേപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ നൈസായിട്ടൊന്ന് ടച്ചപ്പും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചേച്ചിയുടെ ഇത് പാർലർ വന്നിട്ട് നമ്മുടെ പുന്നമടപ്പള്ളിയുടെ ഓപ്പോസിറ്റാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറിയ ടച്ചപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ വെഡ്ഡിങ് ഫങ്ഷൻസോ മേക്ക് ഓവേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടാട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങളൊരു 11:30 ആയപ്പോൾ ഇവിടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്തത് ആഷ്ഡെയിൽ റിസോർട്ട് എന്ന് പറയും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വരാനും എളുപ്പമാണല്ലോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കായലാണ് കേട്ടോ, ലേക്ക് സൈഡിലാണിത്. നല്ല സൗകര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ ഫംഗ്ഷനൊക്കെ നന്നായിട്ട് നടന്നു. മഴയാണെങ്കിൽ നമ്മൾ അകത്ത് വെച്ചായതുകൊണ്ട് അധികം നമ്മളങ്ങനെ അഫക്റ്റ് ചെയ്തില്ല. പിന്നെ കുറച്ച് പേർക്കൊക്കെ വരാൻ പറ്റിയില്ല കേട്ടോ, മഴയായത് കാരണം. അങ്ങനെ ഹക്സ്ലിയും അലീനയൊക്കെ വന്ന് ഞാൻ ചെന്നപ്പോൾ തന്നെ. അപ്പോൾ അവർ ഫോട്ടോ എടുക്കാൻ പോസൊക്കെ ചെയ്ത് വീഡിയോ ഓടിക്കളഞ്ഞ്. അങ്ങനെ ഇത് ഞങ്ങളുടെ അമ്മച്ചിട്ടായിട്ടോ, പ്രസന്നാമ്മയുടെ അനിയത്തി, പ്രസന്നാമ്മയുടെ അമ്മയുടെ അനിയത്തി. അപ്പോൾ അമ്മച്ചിട്ട് ആദ്യമായിട്ട് കുഞ്ഞവനെ കാണുന്നത്. അപ്പോൾ പ്രസീത ചേച്ചിയൊക്കെ നല്ല സെറ്റപ്പ് ലുക്കിലൊക്കെ ഒരുങ്ങിയൊക്കെ വന്നേക്കുവാ. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. കാരണം കുറേ നാളിന് ശേഷം നമ്മുടെ ഫാമിലിയിലൊരു ഫംഗ്ഷൻ നടക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ടും വലിയ ഫംഗ്ഷനും ഒന്നും അധികം ഇല്ല. അപ്പോൾ അവളാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഫീഡ് ചെയ്യാനൊക്കെ അങ്ങോട്ട് പോയി. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും വന്നു. പിന്നെ നമുക്കങ്ങനെ മുഹൂർത്ത സമയമൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും കുറച്ചുകൂടെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം എല്ലാവരും വന്നപ്പോൾ ഞങ്ങളിതേ ചടങ്ങൊക്കെ തുടങ്ങി കേട്ടോ. അരഞ്ഞാണമൊക്കെ ചേട്ടായി കെട്ടി. അവൾ നല്ല കരച്ചിലായിരുന്നു. ലാസ്റ്റ് അവൾ മൂത്രമൊഴിക്കുകയും ചെയ്തു എൻ്റെ മടിയിൽ. ഞാൻ താഴെ വെച്ച് ഞാൻ കറക്റ്റ് എടുത്തപ്പോൾ തന്നെ അവൾ മൂത്രമൊഴിച്ച്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു മെമ്മറി അല്ലേ. അവൾ വലുതാകുമ്പോൾ പറയാമല്ലോ, ഇതൊക്കെ അല്ലേ കാണിച്ചും കൊടുക്കാമല്ലോ. എനിക്കെന്താ നടത്തില്ല, വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ചേട്ടായിക്കാണെങ്കിലും എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. അവൾ മൂത്രമൊഴിച്ചപ്പോൾ ഞാൻ ചേട്ടായിക്ക് നേരെ നീട്ടിയപ്പോൾ ചേട്ടായി തിരിച്ച് നീ തന്നെ വെച്ചോന്നും പറഞ്ഞ് എൻ്റെ തിരിച്ച് വന്നതാണ്. അത് കഴിഞ്ഞ് ചേച്ചി പാദസരം ഇട്ടു. അങ്ങനെ ഓരോരുത്തർ ഗിഫ്റ്റൊക്കെ ചെയ്തു. ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇടാവ് അടുത്തത്. നല്ല കിടിലൻ ഗിഫ്റ്റുകളാണ് കേട്ടോ കിട്ടിയതൊക്കെ. അപ്പോൾ ആ വീഡിയോ മറക്കാതെ കാണണം. ഇതൊക്കെ ഓരോ മണിക്കൂർ എടുത്താൽ ചെയ്തത്. അവൾ നല്ല കരച്ചിലായിരുന്നു. അവളാണ് ശ്വാസം പിടിച്ച് കരയും. അത് കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷനായി പോവും. അതൊക്കെ കഴിഞ്ഞ് അമ്മ അതേ ചെവിയിൽ പേര് വിളിച്ചപ്പോൾ പേര് പവിക ദേവയാനി എന്നാട്ടോ. നമ്മളിങ്ങനെ ഒരു ഇതൊക്കെ ചെയ്തായിരുന്നു, നെയിം റിവീലിൻ്റെ സംഭവമൊക്കെ ചെയ്തായിരുന്നു. ഈ ഫംഗ്ഷൻ നടത്തുന്നതിന് 5 ദിവസം മുമ്പാണ് നമ്മൾ പേരൊക്കെ സെറ്റാക്കിയത്. ഇത്രയും ദിവസം നമ്മൾ ആലോചിച്ചിരുന്ന് വേറെ ഒരുപാട് പേരുകളൊക്കെ വന്ന് PVH സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നേ. ലാസ്റ്റ് ദേവയാനിന്ന് നമുക്ക് കിട്ടിയത് നമ്മുടെ പ്രസന്നാമ്മയുടെ അമ്മയുടെ പേരാണ് ദേവയാനിന്ന്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ അത് തന്നെ ഇടാം, അമ്മയ്ക്കൊരു സന്തോഷമാകും, എല്ലാവർക്കും ഇഷ്ടമാകുമല്ലോ. പിന്നെ നമ്മൾ PVH സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് നെയിമും കൂടി ഇട്ട് ഒരു യുണീക്ക് ആയിരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പേരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നെയിമിങ് സെറിമണിയൊക്കെ കഴിഞ്ഞു. ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ വിളിച്ചവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മഴയായത് കാരണം കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയില്ല. കുഞ്ഞാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു. ആൾക്കാർ സൗണ്ടൊക്കെ ആയിട്ടായിരിക്കും. പിന്നെ പൊതുവേ കുട്ടികളൊക്കെ കരച്ചിലായിരിക്കുമല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്ന്. ഇത് ശാലി ചേച്ചി, അലീന, മറ്റേതും അലീനയുടെ ഹസ്ബൻഡ് ജിനു, അവരുടെ കുട്ടി, പിന്നെ മറ്റേത് ഹക്സ്ലി. ഇവരെൻ്റെ കോളേജ് മെൻ്റ് കേട്ടോ. പിന്നെ ഇവർ അലീനയൊക്കെ അറിയാമല്ലോ, എൻ്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളൊരു തൊട്ടിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവളൊക്കെ എടുത്തിയപ്പോൾ കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി അതിനകത്ത് കിടന്ന്. ഈ ഡ്രസ്സ് നല്ല രസമുണ്ടല്ലേ, അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ കേട്ടോ, നമ്മുടെ അടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യിച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് അനൂപണ്ണനും അനുചേച്ചിയും. ചേച്ചിയുടെ ആമീരിയൻ ഡ്രസ്സ് നല്ല രസമില്ലേ, അവർ ഓൺലൈനിൽ നിന്ന് എന്തോ വാങ്ങിച്ചതാണ്. സെമി സ്റ്റിച്ചഡ് ആയിരുന്നു കേട്ടോ, നല്ല മെറ്റീരിയലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഹരിത ചേച്ചിയും ഹനുജാക്കയും. പിന്നെ ഇത് റിനീഷേട്ടൻ്റെ അച്ഛനും അമ്മയും. അവർ തൃശ്ശൂരിൽ നിന്ന് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. റിനീഷേട്ടൻ്റെ അമ്മയാണ് കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ കൂടെ വന്നത്, ഞാൻ സാരി എടുക്കാനൊക്കെ പോയപ്പോൾ. ഇത് നമ്മുടെ തൊട്ട
തൊട്ടപ്പുറത്തുള്ള അമ്മൂമ്മയും ചേച്ചിയും കുഞ്ഞാറ്റയും ഒക്കെ ആട്ടോ. കുഞ്ഞാറ്റിനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ വേറെ വീഡിയോയിൽ. ഇത് ചേട്ടയുടെ കസിൻസാണ്. കലച്ചേച്ചിയുടെ 2 മക്കൾ, ചിന്നു ചേച്ചി, ഹരീഷ്മ, ഷീജ ചേച്ചി, പിന്നെ നമ്മളെ പൊടീസ്, കല്ലു, കാശി, തത്തക്കിളിയൊക്കെ. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിമാണ് കേട്ടോ. ഏറ്റവും ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഫ്രെയിമാണ്. എൻ്റെ ടീച്ചേഴ്സും ഞങ്ങളുടെ 10ാം ക്ലാസ്സും നെജുമ ടീച്ചർ, ബിന്ദു ടീച്ചർ, പിന്നെ ഉഷ ടീച്ചർ, ഇവർ 3 പേരും വന്നിട്ടുണ്ടായിരുന്നു. ഓമന ടീച്ചറിനും ഒക്കെ പനിയായിരുന്നു. പിന്നെ മഴ ആയതാണ് കുറേ പേർക്ക് വരാനും പറ്റിയില്ല. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് ഈ സമയത്ത്. കാരണം നമ്മളെയൊക്കെ കുഞ്ഞായിട്ട് കണ്ട് നമ്മുടെ ടീച്ചർമാർ നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിന് വരിക എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു അത്. ഇത് നമ്മുടെ ഗോപിക ചേച്ചി, മാമൻ, മാമി, ചിറ്റ ഒക്കെയാണിത്. ഇത് മാമനും ചിറ്റയും ചിറ്റപ്പനും മാമിയൊക്കെയാണ്. പിന്നെ നമ്മുടെ ഹീരക്കുട്ടി, ഇത് അമ്മച്ചിറ്റയാണ് കേട്ടോ, പ്രസന്നാമ്മയുടെ അമ്മയുടെ അനിയത്തി. പിന്നെ അത് കഴിഞ്ഞ് ഞാനും പ്രസന്നാമ്മയും കൂടെ ഒരു കിട്ടിയ ഗ്യാപ്പിന് ഞാനൊരു ഫോട്ടോ എടുത്ത്. കുഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല കരച്ചിലായിരുന്നെന്ന്. അപ്പോൾ ഇടയ്ക്കത് ചേട്ടായി ഇത് ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ചേട്ടായി തന്നെയാണ് കേട്ടോ മിക്കതും ഹാൻഡിൽ ചെയ്തത്. ഫംഗ്ഷൻ ഏകദേശം ഒന്ന് കഴിയാറൊക്കെ ആയി. കുറേ പേരൊക്കെ പോയി. നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്ന കുഞ്ഞ് ഞാൻ ചേച്ചിയുടെ അടുത്ത് എത്തിച്ചിട്ട് പോകുന്നതാണ്. കുറേ വീഡിയോ ഒക്കെ മിസ്സായി. കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അരഞ്ഞാളം കിട്ടിയപ്പോൾ മൂത്രമൊഴിക്കുകയും ചെയ്തു എൻ്റെ മേത്തോട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാം. പിന്നെ ഏകദേശം എല്ലാവരും വന്നു, വിളിച്ചവരൊക്കെ വന്നു. പിന്നെ മഴ ആയത് കാരണം കുറേ പേരൊക്കെ വരാൻ പറ്റിയില്ല. നല്ല മഴയും ആയിപ്പോയി. അപ്പോൾ ഞാൻ നമ്മളിവിടെ തന്നെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഫീഡ് ചെയ്യാനും ഒക്കെ. അപ്പോൾ അതേ ഇവിടെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ കരച്ചിലുമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനിപ്പോൾ അങ്ങോട്ട് കൊടുത്ത് വിട്ട്. അപ്പോൾ ഇനി കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടത് പുട്ടുമാൻ്റെ കരച്ചിലായിരുന്നു കേട്ടോ. അവന് ചേച്ചി പാൽ കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇത് ചേട്ടായും തക്കുച്ചേട്ടനും ഷീച്ചേട്ടനൊക്കെ ലാസ്റ്റ് കഴിക്കുമായിരുന്നു. നമ്മുടെ ഫുഡ് ചോറും മീനും ഇറച്ചിയും ഒക്കെ ആയിരുന്നു കേട്ടോ. ചോറ്, ബീഫ്, മീൻകറി, അവിയൽ, തോരൻ, അച്ചാർ, അങ്ങനെയൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. മിക്കവരുമൊക്കെ പോയി. അപ്പോൾ അതേ അമ്മച്ചിറ്റയും ചേച്ചിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ കുഞ്ഞ് ചേച്ചിയുടെ കയ്യിലായിരുന്നു. നമ്മുടെ വീഡിയോയാ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞല്ലേ ഏട്ടാ? എല്ലാവരും പോയില്ലേ? അപ്പോൾ എല്ലാം ഭംഗിയായിട്ടൊക്കെ നടന്നല്ലേ? വിചാരിച്ച പോലെ അല്ലേ? വിചാരിച്ചതില്ലോ അല്ലേ നടന്ന്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോവാണ്. ചേട്ടായി കുറച്ച് കഴിഞ്ഞില്ലായിരുന്നുള്ളൂ. ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് സെറ്റിലാക്കിയിട്ട് വരുന്നത്. അപ്പോൾ പോട്ടെ. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഫീലിങ്സ്. നമ്മുടെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഫംഗ്ഷനായിരുന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് ആൾക്കാരെ തന്നെ അധികം വിളിച്ച് നടത്തണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ ലാസ്റ്റ്. കാരണം ഇതൊരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ അന്നത്തെ ദിവസം ഒന്ന് എപ്പോൾ എടുത്തു നോക്കിയാലും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നമ്മുടെ കുഞ്ഞിനാണെങ്കിലും ഫ്യൂച്ചറിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു മിസ്റ്റേക്കൊക്കെ കാണും. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം. നമ്മുടെ ലൈഫിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് അമ്മൂമ്മയൊക്കെ ആയിട്ടെടുത്ത ഫോട്ടോയാണ്. ഇത് നമ്മുടെ ശ്രീകുട്ടനും മാളുവും പിന്നെ സായും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ. ഇത് അരുൺചേട്ടനും മിനി ചേച്ചിയും സായുമായിട്ട് എടുത്ത ഫോട്ടോ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക്